ഏഷ്യ കപ്പ് തൂക്കാൻ ഇന്ത്യൻ ടീമായി. ഇന്ത്യൻ ടീമിന്റെ പുതിയ പോസ്റ്റർ ബോയ് ആയി നിറയാൻ വേണ്ടിയിട്ട് ഗില്ല് ഏഷ്യ കപ്പ് T20 ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ഗ്രാൻഡ് എൻട്രി നടത്തിയിരിക്കുകയാണ്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട് തുടരുമ്പോൾ നമ്മുടെ സഞ്ജുവും അഭിഷേകും മുൻനിരയിൽ തുടരും. T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞ് ബുംറ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പേസ് നിരയ്ക്ക് കരുത്ത് പകരാൻ വേണ്ടിയിട്ട് ബുംറയും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമ്പോൾ ഒട്ടും മോശമല്ലാത്തൊരു ടീം എന്ന് പറയുമ്പോൾ പോലും ചില ചോദ്യങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു IPL ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പല താരങ്ങളും ഇതിന്റെ ഭാഗമാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും ശ്രേയസ് അയ്യർ ഈ ഒരു ടീമിന്റെ ഭാഗമാകാതിരിക്കുന്നത്? പലപ്പോഴും ഇന്ത്യക്ക് വേണ്ടിയിട്ട് മധ്യനിരയിൽ മികച്ച പ്രകടനങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു താരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചിട്ടുണ്ടാകില്ല? അതുപോലെ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് അഗ്രസീവായിട്ടുള്ള ഇന്നിംഗ്സുകൾ കളിച്ച് T20 ഒരു പെർഫെക്റ്റ് ഓപ്പണർ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ജയ്സ്വാളിന് ഒരു സ്ഥാനം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കൂടി ഈ ഒരു ടീം സെലക്ഷന്റെ ഭാഗമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും T20 വേൾഡ് കപ്പ് തൊട്ടരികിൽ വന്നു നിൽക്കുന്ന സമയത്ത് അതിന് മുന്നായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഒരു ഏഷ്യ കപ്പ്. പല താരങ്ങൾക്കും ഇതൊരു ഓഡിഷൻ പോലെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഏഷ്യ കപ്പ് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ടീമുകൾക്കെതിരെ T20 പരമ്പരകൾ T20 വേൾഡ് കപ്പിന് മുന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിലെ ആർക്കും വേൾഡ് കപ്പിലേക്ക് സ്ഥാനം ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഏഷ്യ കപ്പിന് വേണ്ടിയിട്ട് ഒട്ടും മോശമല്ലാത്തൊരു ടീമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും ഈ ഒരു ടീം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഈ ടീം ഓക്കെ ആണോ? ഏഷ്യ കപ്പ് തൂക്കുന്ന ടീമാണോ? അതോ ഈ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ? ഏതൊക്കെയാണെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.